മലബാർ റീജിയൻ ഇപ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഹബ് എന്നല്ല, ഒരുപാട് ഫൗണ്ടേഴ്സ് ഇപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മലപ്പുറമാണ്, കോഴിക്കോടാണ്, അരീക്കോടാണ്. കാരണം അവിടെ ഇൻ്റർവെല്ലിൻ്റെയും നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ചെറിയൊരു സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് ഇങ്ങനെ ഫൗണ്ടേഴ്സ് വരുന്നു. അപ്പോൾ പിന്നെ കൊച്ചിയിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റാർട്ടപ്പിലേക്കും ബിസിനസ്സിലേക്കും മലബാർ റീജിയനിൽ നിന്ന് വരുന്നുണ്ട്. ശരിക്കും അവിടെ എങ്ങനെയാണ് ശരിക്കും ആ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത് മലബാറിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ്? മലബാറിൻ്റെ ഒരു ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചരിത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പം ഗൾഫ് നാടുകളുടെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ക്യാപിറ്റലും അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഇൻഫ്ലുവൻസുകളുണ്ട്. പക്ഷേ ഇപ്പം ഈ കൂടി വരുന്ന സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഞാനും അത് വളരെ ക്യൂരിയസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാൾ എന്തിന് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. ഇപ്പം ഇൻ്റർവെല്ലിനെ സംബന്ധിച്ച് ഇൻ്റർവെല്ലിൽ തുടങ്ങി ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിൽ തന്നെ എക്കോസിസ്റ്റം ഒരുപാട് മാറി. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 30-40 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഇൻ്റർവെല്ലിൻ്റെ ഡിറ്റോ കോപ്പികളായിട്ടുള്ള ഒരു 30-40 സ്റ്റാർട്ടപ്പുകളുണ്ടാവും. 30-ൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ എന്തായാലും ഉണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടും അല്ലാതായിട്ടൊക്കെ. അപ്പോൾ ഇവരൊക്കെ എന്തിന് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അവർക്കും കുട്ടികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. അല്ലാതെ ഒരു കമ്പനി സർവൈവ് ആയി, ഒരു കമ്പനി സക്സസ്ഫുള്ളായി, ഒരു കമ്പനി സ്കെയിൽഡായി, അവിടുത്തെ ഫൗണ്ടേഴ്സ് കാശുണ്ടാക്കി എന്നുള്ളത് ഒരിക്കലും വേറൊരു ഫൗണ്ടർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള മാനദണ്ഡമല്ല. അപ്പോൾ ഈ റീസൺ ടു സ്റ്റാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ അരീക്കോട് കേസ് മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് എടുത്തു കഴിഞ്ഞാലും ഭയങ്കര ടെക് ബൂമാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, അപ് സ്കില്ലിംഗ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഈ സെക്ടറിലൊക്കെ കേരളത്തിലെ ടോപ്പ് സിറ്റി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഫേംസ് നോക്കി കഴിഞ്ഞാൽ കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ കോഴിക്കോട് ഒരു ടെക് ഹബ്ബായി മാറാൻ റീസൺ ഇതാണ്. അപ്പോൾ ഏർലി പ്ലേയേഴ്സ് ആയിട്ടുള്ള 3-4 ബ്രാൻഡുകൾ സക്സസ്ഫുൾ ആയി. അപ്പോൾ അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ബ്രാൻഡ്സ് ഇൻക്രീസ് ആയി എന്നുള്ളതാണ് ഞാൻ ഒരുപാട് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്.